നമ്മളിന്ന് എങ്ങനെയാണ് ഒരു 4 ഗൈഡ് വയറിൽ വെറും 4 കമ്പി കഷ്ടത്തിൽ മുന്തിരി ട്രെയിൻ ചെയ്ത് വളർത്തുന്നത് കാണിച്ചു തരാം. സാധാരണ എല്ലാവരും പന്തലിട്ടാണ് മുന്തിരി വളർത്തുന്നത്. നമ്മളിവിടെ വളരെ ഒരു 4 കമ്പിയിൽ ഇതുപോലെ ട്രെയിൻ ചെയ്ത് വളർത്തിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ ഇത് ഗൈഡ് വയറിലാണ് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് നയാഗ്ര എന്ന് പറയുന്ന ഒരു പച്ച കളറുള്ള മുന്തിരിയാണ്. ഇഷ്ടംപോലെ മുന്തിരിയാണ് ഉണ്ടാകുന്നത്. ഈ രീതിയിൽ വളർത്തുമ്പോൾ ഇഷ്ടംപോലെ മുന്തിരിങ്ങ ഉണ്ടാകും. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഈ ഭിത്തിയിൽ നിന്ന് നമുക്കൊരു ചെറിയ പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒരു തടി അടിച്ചിട്ടുണ്ട്. ആ തടിയിൽ നമ്മൾ 4 വയറുകൾ ഇതുപോലെ കൊടുത്തിരിക്കുന്നതാണ്. ഇത് ഈ 4 വയറുകൾക്ക് തമ്മിൽ ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്. നമ്മൾ ഏറ്റവും അവസാനത്തെ ഏറ്റവും അടിയിലുള്ള ഈ വയറിലാണ് നമ്മൾ പെർമനൻറ്റ് സ്ട്രക്ചറായിട്ടുള്ള ഈ കോഡോൺ എന്ന് വിളിക്കുന്ന ഈ കട്ടിയുള്ള തണ്ട് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ന്യൂ ഗ്രോത്തുകളെ നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ട്രെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം ഒരു മീറ്റർ മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ തല അടിച്ച് കളയും. നമ്മളിവിടെ തല അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തല അടിച്ച് കളയാറായി. ഇത്രയും ഹൈറ്റിൽ വരുമ്പോൾ നമ്മളിതിൻ്റെ തല ഇതുപോലെ മുറിച്ച് കളയും. അപ്പോൾ പിന്നെ ഈ 1 മീറ്ററിൻ്റെ ഇലയുടെ ഗ്രോത്ത് കൊണ്ട് തന്നെ നമുക്ക് ഈ മുന്തിരി എല്ലാം വിളഞ്ഞു കിട്ടും. അപ്പോൾ മുന്തിരി ഏകദേശം ഒരു 10 വർഷം പ്രായമായ മുന്തിരിയാണ്. അപ്പോൾ ഇതിൻ്റെ ചോട് എവിടെയാണ് നിൽക്കുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഒരു 8 മീറ്ററോളം നീളമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചോട് മണ്ണിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഏകദേശം 8 മീറ്റർ അകലെയാണ് നമ്മുടെ ചോട് നിൽക്കുന്നത്. ഇത് 2015 മുതൽ നമ്മുടെ കയ്യിലുള്ളതാണ്. 2019 നമ്മളിത് മണ്ണിൽ പ്ലാന്റ് ചെയ്തത്. അതുവരെ നമ്മൾ പോട്ടിൽ വളർത്തുമായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം പെർമനൻറ്റ് സ്ട്രക്ചറാണ്. ഇതിനെ നമ്മൾ നിർത്തിക്കൊണ്ട് നമ്മളിതുപോലെ ഫെൻസിൽ ഇതുപോലെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് കോഡോൺ സിസ്റ്റത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മുന്തിരി ഉണ്ടാകാനായിട്ട് സാധിക്കും.